അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം കെ ഗെയിം ഓറിജിന്റെ അടുത്ത വീഡിയോ. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഡയമണ്ട് മൈനിങ് ആയിരിക്കും ഇന്ന് കൂടുതൽ ഉണ്ടാവുക. ആദ്യം പറഞ്ഞില്ല എന്ന് പറയണ്ടത്. പിന്നെ കുറച്ച് ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ കൊന്നു കുക്ക് ചെയ്തു. ഇതിനെ കൊന്നിട്ടില്ല, അതെന്ത് തിരുവ കൊന്നാല് കൊന്നോക്കാം. നിക്കവിടെ എന്ത് സാധനം തന്നത്? റേവേഷനും ആർക്കറിയാം. ആനിമേഷൻ ഭയങ്കര ലാഗ്. നമുക്ക് എന്തായാലും മൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ആർമർ ഫുള്ള് സെറ്റ് ആക്കാം. ഇന്ന് നമ്മുടെ ഗോള് ഡയമണ്ട് മൈനിങ്. അപ്പൊ ഞാനൊരു നല്ല കേവ് തപ്പിയിട്ട്, കേവ് ഉണ്ട് അവിടെ നിന്ന് എത്തിയിട്ട് കാണാം. ഓക്കെ, കാണുന്ന അയണെല്ലാം എടുക്കാം. അയൺ നമുക്ക് അത്ര അത്യാവശ്യമാണ് ഇതില്. അയണും ബ്ലോക്കും അയൺ പിക്കേക്സ് പോറായല്ലോ. ഇവിടെ സ്പോണർ ഉണ്ടെന്നാ തോന്നുന്നത്. ഇല്ലേ, സ്പോണറില്ല. ജസ്റ്റ് ഒന്ന് അയൺ ഇത് മൈൻ ചെയ്ത് സ്മെൽറ്റ് ആക്കിയിട്ടൊന്ന് കാണാം. ഓക്കെ, എനിക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഗൈസ്, എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് സ്മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. 30 അയണിങ് ഗറ്റ് ആയിട്ടുള്ളൂ, ബാക്കി കൂടെ സ്മെൽറ്റ് ആവുന്നുണ്ട്. അപ്പം പ്ലാൻ എന്താന്ന് വെച്ചാല് നമുക്ക് ഹാമർ ഉണ്ടല്ലോ, മറ്റേ 3x3 പൊട്ടിക്കുന്നത്, അതെടുക്കാം. അതെടുത്തിട്ട് താഴത്തേക്ക് കുഴിച്ചു പോവാം. എന്നിട്ട് നമുക്ക് ഡയമണ്ട് തപ്പാം. അതാ കുറച്ച് ബെറ്റർ ഐഡിയ തോന്നുന്നു. പക്ഷെ അയൺ ഇഷ്ടംമാതിരി വേസ്റ്റ് ആവും. പക്ഷെ ഡയമണ്ട് ആർമർ പെട്ടെന്ന് കിട്ടും. അപ്പൊ ആ ഒരു ഐഡിയ നമുക്ക് ചെയ്യാം എന്തായാലും. ഓക്കെ, പെട്ടെന്നൊന്ന് ഇതാക്കട്ടെ. എത്രയായി? 34. എന്താടാ ഇവരെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനിവിടെ ബെഡ് വെച്ചിട്ട് നിന്നെ തൊടാടാ. എന്തിയ നീ? എവിടെ? എടാ മാറി, നിന്നെ കൊന്നിട്ടാണ് മാന്. അത്രയ്ക്ക് ധൈര്യം എന്നെ പേടിപ്പിക്കാനായിട്ട്? അല്ലേ, ചവിട്ടി കൂട്ടി കളഞ്ഞു ഭാഗത്തിട്ട്. പോടാ ചെലപ്പി. എന്നെ തൊടാൻ ആർക്കും കഴിയില്ല, അത് വാർഡന് മാത്രമേ കഴിയൂ. ഞാനും വാർഡനും ശരി, ഇവന്മാരെ നിനക്ക് കയ്യില് പറഞ്ഞു മണ്ടയ്ക്ക് കയറി നിൽക്കുകയും ചെയ്യും. ആ, നമുക്ക് കുറച്ച് ഉണ്ടാക്കാം. മറ്റേ ഇതോടെ പോയി. ഡാഗർ ഡാഗർ വേണം? വേണ്ട, താൽക്കാലികമായിട്ട് വേണ്ട. നമുക്ക് ഈ ഹാമർ എടുക്കാം. തിരക്കൊരു കോള് വന്നു. പിന്നെ പിക്കാക്സ് ഉണ്ടാക്കിയില്ലായിരുന്നല്ലോ. അപ്പൊ ഒരു പിക്കാക്സ് ബാക്കിന് നമുക്ക് മൈൻ ചെയ്ത് പോവാം. ഓക്കെ, ഇതുകൊണ്ട് 3x3 തന്നെയല്ലേ? അതെ, നമുക്ക് താഴത്തേക്ക് എന്തായാലും കുഴിച്ചു പോവാം. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ 3x3 ആയിട്ട് കുഴിക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടം മാതിരി കിട്ടും. പക്ഷേ ഈ ഹാമർ പെട്ടെന്ന് ചെയ്ത് തീരും ഇതൊക്കെ. ഹെൽത്ത് അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത മെയിൻ കാര്യം. ഹെൽത്ത് പെട്ടെന്ന് ഇതിന്റെ തീരും. ഇല്ലെങ്കിൽ നല്ല സുഖമായിരുന്നു. മെന്റിങ്ങും ഇതും കൂടെ ആക്കണം, പൊളിയായിരിക്കും സാധനം. പിന്നെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല.
എന്തായാലും നമുക്ക് താഴത്തേക്ക് പോവാം. -1 ഇതൊരു ഗുഹയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആന്തേ ഛേ എന്തായാലും ബക്കറ്റ് പ്രിപ്പയർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാന്. താഴെ ഗുഹയാണെങ്കിൽ അപ്പൊ നായിന്റെ മോനെ നിന്നോട് കുറെ കാലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പേടിപ്പിക്കാനായിട്ട് വരല്ലോ. നീ എന്താ തരുന്നേ? ഫർണിച്ചർ ആഡോണാ? ഈ സാധനം എന്താന്ന് കാണുന്നുണ്ടോ നീ? ഇവനെ കൊണ്ട് എന്താ നമ്മൾ ചെയ്യണ്ടേ? നമ്മുടെ ജീവൻ പകുതി എടുക്കാൻ വേണ്ടി. ഏ ഏ ഏ ഏ ആ ഇൻവിസിബിൾ ആയതാ? മാജിക്കും ചെയ്യാൻ തുടങ്ങിയാണ്. എന്തായാലും താറ്റേ കുഴിച്ചു. പൊട്ടി. ടേബിളോടെ ഇതാണ്. ഇത് ഒരു 1 2 എടുത്തു വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇതിങ്ങനെ തന്നെ കുഴിച്ചു പോവാ, അതാ ബെറ്റർ. അവിടെ പോയി ഇതിന് ഒരു പ്രശ്നമുണ്ട്. ഇത് കണ്ടോണേ, എന്തെങ്കിലും എവിടെയെങ്കിലും നിൽക്കുമ്പോ ആന്നില്ലല്ലോ. ബഗ്ഗായിരുന്നത്? ആർക്കറിയാം. ഇല്ല, ബഗ്ഗൊന്നുമല്ല. ആ ഒരു തലവേദന ഇല്ലായിരുന്നെങ്കിൽ ഇത് സുഖമായിരുന്നു. ടക്കൂല്ല പരിപാടി. നമുക്ക് അതും കുറച്ച് നടക്കുന്നൊരു സ്ഥലമായിട്ട് അതായത് നമുക്കിത് മൈൻഡ് ചെയ്യാൻ തുടങ്ങാം. 3x3 മൈനിങ്. നമുക്ക് ഏകദേശം ഒരു സമയം എത്ര 6 മണി. ഒരു അരമണിക്കൂർ കൊണ്ട് എത്ര ശതമാനാവുമെന്ന് നോക്കാലോ. അല്ല, എത്ര ഡയമണ്ട് കിട്ടുമെന്ന് നോക്കാലോ. അപ്പൊ നിങ്ങളെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണണ്ട. ഡയമണ്ട് 1 കിട്ടി എനക്ക്. 1 അല്ല, ഇൻവെന്ററി ഫുള്ളായി കേട്ടാ. അയണോറ്, സ്ലൈം, ഇത് 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 എന്തല്ല ഇത്. 1 2 3 4 5 6 6 കിട്ടി. ഒരു ഫോർച്യൂന്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വന്നാലോ? എന്ത് പറയുന്നു? എന്തായാലും ഇപ്പത്തെ ഇങ്ങനെ പോട്ടെ, ഇനി വരുന്ന സമയത്ത് ഫോർച്യൂൺ ആക്കാം. കയ്യല്ല. എന്താടാ ഇവന് വയ്യേ? എന്തായാലും നമുക്കൊന്ന് കുറച്ചേരം മൈൻഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പൊ പോയി വാ. അപ്പൊ ഹലോ ഗായ്സ്, ഏതായിരുന്നു വഴി? ഇത് തന്നെയല്ലേ? അല്ല, എന്റെ ഭക്ഷണം ഉറപ്പോയി. ഞാൻ അറിയേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. അപ്പം ഗായ്സ്, ഞാനേ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാ ഇവിടെ ഒരു ഡയമണ്ട് പൊട്ടിക്കായിരുന്നു. ഇതുണ്ട്, ഇതെന്ത് ജീവി? ഇതെന്ത് സാധനം? എന്ത് ഇതും വെച്ച് തന്നെ തല്ല ചമങ്ങിപ്പോ.
അല്ലേ നമ്മുടെ അതൊരു കോള് വന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു 64 37 ഒന്നര സ്റ്റാക്ക് നമ്മൾ കൊറേ മൈൻ ചെയ്തിട്ട് ഇവിടെ മൈൻ ചെയ്തതിന് കഴപ്പും കയ്യും ഇല്ല. നമുക്ക് എന്തായാലും ഇനി മുകളിലേക്ക് കേറാം. ഉം. ഇതെടുക്കാൻ പോലും സ്പേസ് ഇല്ല. അതിങ്ങോട്ട് പോകാം. ഇത് പിന്നെയും തിരിച്ചു കയറിയ ഇതെന്ത് ഏ വാ. ഉം. അപ്പൊ നമുക്കിനി തിരിച്ച് മുകളിലേക്ക് കയറിപ്പോ. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ആ, ഈ ഒരു ടോർച്ച് കാരണം എനക്ക് വയ്യാണ്ടായി. ഇത് കണ്ട എന്തെന്നാണ് ഇത്? ടോപ്പാക്കാൻ ടൗളും ഇല്ല ഇതിന്. മണ്ണാങ്കട്ട. ഞാൻ പോവാ. അതിന് മുകളിൽ എത്തിയിട്ട് കാണാം നിങ്ങളെ. ഓക്കെ. ഫൈനലി അങ്ങനെ പുറലോകം കണ്ട്. ചമ്മോ. ഏയ് എമറോൾഡ് നമ്മളങ്ങ് എടുത്ത്. എമറോൾഡ് അയണ് ഇതെനക്ക് നല്ല ആവശ്യമുണ്ട്. കോള് ഞാൻ ഈ കോളങ്ങ് എടുക്കട്ടെ. കോൾ എടുത്തിട്ട് ഏകദേശം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയൊന്നും ഇല്ല ചെയ്യാൻ. ഈ ഹാമർ ഉണ്ടാക്കിയതിന് കണക്കും കഴിയൂല മാന. അത്ര എണ്ണം ഉണ്ടാക്കി ഹാമർ. നമുക്ക് നമ്മുടെ വീട്ടില് ഒന്ന് പോകണം. ഇതെവിടെ പോയി? നമ്മൾ ചത്തു. സോംബി പോയി നീ പോയി പോ 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 പോ. അല്ലേ ഇവനെ കൊണ്ട് പോ പുല്ലേ. ഈ കോള് മൈൻഡ് ചെയ്യാനും സമയത്തില്ല നാശങ്ങള്. കോൾ എന്താ ആവശ്യമുള്ള സാധനമാണെന്നറിയാം നിങ്ങക്ക്? ഏതുമായി താണ്ടിത്? ഓ ഡാമേജ് ഭയങ്കര അടിച്ചു തന്നാല്. എവിടെ അയണവിടെ? അയണവിടെ. ആദ്യം എമറോൾ എന്നിട്ട് മതി അയണും സാധനം. അപ്പൊ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ. ഇനി വലിയായിട്ടില്ല. ഞാനേ വീട്ടിൽ പോണം. അയ്യോ ഇതും കൂടെ അങ്ങ് മൈൻഡ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ആർമർ ഇടാം. ആർമർ ഇട്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് നിർത്തിക്കളെ. അയ്യോ എന്തായാലും ചോട്ട ഇവിടെ ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് പ്രശ്നമില്ല. ഓ സ്പീഡും ഇല്ല.
ഇനി നമ്മൾ കൂടുതൽ അടുത്ത എപ്പിസോഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഡയമണ്ട് ഇതായല്ലോ. ഉം, ഇതായിരിക്കും ചെയ്യാൻ നോക്കുന്നത്. എന്ത് ഒരു ബീറ്റ് ഫാമും അങ്ങനത്തെ ഫാർം ലാൻഡ് ആണല്ലോ, അതുണ്ടാക്കാനും നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഇവിടെ ഒരു സ്ഥലം ഞാൻ നോക്കി വെക്കണം. അത് നോക്കി വെച്ചിട്ട് ഞാൻ ഇതാക്കിയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ. ഓ, കഥ കടച്ചിക്കില്ല, ആരും വരാണ്ടിരുന്ന മതിയായിരുന്നു. ചത്ത് ചത്ത് ചത്ത്. ഉം. അയ്യോ, അപ്പൊ നമ്മുടെ അയൺ ആർമറിന് കുറച്ച് വിശ്രമ ജീവിതം കൊടുക്കാൻ സമയായി. ആദ്യം ഈ പിണ്ണാക്ക് സാധനമല്ല, സ്റ്റോണ് അത് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ആദ്യം ഇതാക്കിയാക്കട്ടെ. ഈ ആർമർ ഊരി വെക്കട്ടെ. ഹെൽമെറ്റ്, ചെസ്റ്റ്, ലെഗിൻസ്, ബൂട്ട്സ് ആദ്യം നാം വെച്ച്. ഇനി നമ്മുടെ ഡയമണ്ടും കൊണ്ടുള്ള സാധനം. സ്റ്റിക്സ് എടുക്ക്. നമുക്ക് ആദ്യം സോഡ് ഉണ്ടാക്കാം, പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം, ആക്സ് ഉണ്ടാക്കാം, ഷവല്, ഹോ, പിന്നെ ഹെൽമെറ്റ് ആദ്യം പണിയാം. ഹെൽമെറ്റ്, ചെസ്റ്റ്, പാന്റ്, പിന്നെ ബൂട്ട്സ്, പിന്നെ ഒരു ഇഷ്ടികയും, എല്ലാ സാധനവും ഉണ്ടാക്കാം. എന്തായാലും വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്ക് മുകളിൽ പോയിട്ട് സൂട്ടപ്പ് ചെയ്യാം. എങ്ങനെയാ പ്ലാന്? അമ്മോ, ഞാൻ ഇന്ന് ക്ഷീണം പിടിച്ച്. ഇപ്പൊ തന്നെ ഏകദേശം സമയായി. സമയം എത്രയായി? 7:30, 1 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പൊ ഓക്കെ, ഞാൻ നമ്മുടെ ആർമർ ഇടാൻ പോണ. എങ്ങനെ ഇരിക്കുന്നേ? അപ്പൊ നിങ്ങൾ ഇത്രയും നേരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് അടിക്കോ, ലൈക്ക് അടിക്കോ, കമന്റ് ബോക്സിൽ ഈ ആർമർ ഒരു 10 ഔട്ട് ഓഫ് എത്ര തരുന്നു പറ കാണാന്. റിലയൻസ് അല്ലേ? എന്നെ കടിച്ച ചെലന്ത് ഇതിനെ നമുക്ക് വെട്ടിക്കൊന്നാളെ. നമുക്ക് ഇതൊക്കെ നോർമലാണ്. ഇതുമാണ് നോക്കേണ്ട സാധനം. ഇതെന്താടാ? ഇതെന്ത് സാധനമോ? ഓ, ഡാഗർ ഇങ്ങനെയായിരുന്നു. അത് കൊള്ളാലോ. എനിക്ക് ആ ചെലന്തിയെ പോയി തട്ട. എന്നിട്ട് ഡബിൾ ഡാമേജ് വന്ന്. വാ ചലന്തി വാ. ആടാ, ഡബിൾ ഡാമേജ് എടുക്കുന്നുണ്ട്. സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ നല്ല സാധനം കിട്ടും. ഡബിൾ ഡാമേജാ. എത്ര ഡാമേജ് ഇതിന്? 3, 6 ടോട്ടൽ ഡാമേജ്. അപ്പൊ അതൊക്കെ. ഈ സാത്താൻ എന്താ സാധനം? ഓ, ഇപ്പം ഞാൻ ഇവിടെ വെട്ടിക്കഴിഞ്ഞാല് ക്രോപ്സ് എല്ലാം ഒരുമിച്ചിതാവും. നല്ല പറഞ്ഞു. നമുക്ക് പിന്നെ ഇത് നോക്കണ്ട ആവശ്യമില്ല. ഇതെന്തോ നമുക്കറിയാം. ഇതെന്താ കേവാ? ഇത് എത്ര വെച്ച് പൊട്ടിക്കുക അത് നമുക്ക് നോക്കാം. 5x5 തന്നെ അല്ലേ? 5x5 തന്നെ. അയ്യോ, അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കുഴിയിലും വീണു. അയ്യോ, ഇത് ഇതുവരെ കണ്ടവര് ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, പിന്നെ കമന്റ് ബോക്സിൽ ഈ ആർമർ എത്രയാന്ന് പറയുക. അല്ലാണ്ട് വേറെ ഒന്നും കാണാൻ ഉണ്ടാവില്ല.
ഇതിനെ ഇതും വെച്ച് തട്ടി നോക്കാലോ. വാവ്, എത്ര ഡാമേജ്! 7. അപ്പൊ ഇത് മാത്രല്ല, സാത്താന്റെ കത്തിയും കൂടിയാണ്. നമുക്ക് മനസ്സിലായി. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.